നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം എന്ന സമ്മാന പദ്ധതിയിലെ ഇന്നത്തെ വിജയികളെ അറിയാനുള്ള സമയമാണ്. മണിക്കൂറുകളുടെ ഇടവേളകളിലുള്ള ചോദ്യോത്തരത്തിന് സമ്മാനങ്ങൾ നൽകുന്നത് സ്വയംവര സിൽക്സും വണ്ടർലായുമാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയവരിലെ 12 വിജയികളാണ് ഇന്നുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ആദ്യ വിജയിയെ അറിയാനുള്ള സമയമാണിനി. ആദ്യത്തെ വിജയി ആലപ്പുഴയിൽ നിന്നുള്ള ആദർശ് അജയ്. ആദർശ് അജയാണ് ഇന്നത്തെ ആദ്യത്തെ വിജയ്. പുതിയ ആവേശ കാഴ്ചകളുമായാണ് അമൃത TV ഈ ഓണക്കാലത്ത് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ ഓണക്കാലത്ത് കൈ നിറയെ സമ്മാനങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ആദ്യ വിജയി ഇന്നത്തേത് ആരാണെന്ന് സ്ക്രീനിൽ തെളിഞ്ഞു കഴിഞ്ഞു. ആദർശ് അജയാണ്. ആലപ്പുഴയിൽ നിന്നുള്ള ആദർശ് അജയാണ് ഇന്നത്തെ ആദ്യ വിജയി. ഇന്ന് 12 വിജയികളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി തൊട്ടടുത്ത വിജയി ആരാണെന്ന് അറിയാനുള്ള സമയമാണ്. എറണാകുളത്ത് നിന്നുള്ള സിൻസിയാണ് രണ്ടാമത്തെ വിജയി. അതായത് സിൻസി എറണാകുളത്ത് നിന്ന് രണ്ടാമത്തെ വിജയിയായി ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും അമൃത TVയിലെ ഈ സമ്മാനങ്ങൾ കരസ്ഥമാക്കാനുള്ള അവസരമുണ്ട്. സ്ക്രീനിലെ QR കോഡ് സ്കാൻ ചെയ്ത് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകി സമ്മാനത്തിനായി കാത്തിരിക്കാം. ഓരോ മണിക്കൂറിലും രാവിലെ 10 മണി മുതൽ രാത്രി 11 വരെയുള്ള ഓരോ മണിക്കൂറിലെയും ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകുന്നവർക്കാണ് സമ്മാനങ്ങൾ അമൃത TV നൽകുന്നത്. ഇനി തൊട്ടടുത്ത മൂന്നാമത്തെ വിജയി ആരാണെന്ന് അറിയാനുള്ള സമയമാണ്. സ്ക്രീനിൽ കാണാം. കോട്ടയത്ത് നിന്നുള്ള കുര്യനാണ് മൂന്നാമത്തെ വിജയി. ഇന്നത്തെ മൂന്നാമത്തെ വിജയി കുര്യൻ കോട്ടയത്ത് നിന്ന്. ഇനിയും അമൃത TVയുടെ പ്രോഗ്രാമും ന്യൂസും ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൽ ഓരോ ദിവസവുമാണ് ഓരോ മണിക്കൂറിലും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിനനുസരിച്ച് പ്രേക്ഷകർക്ക് ഉത്തരം നൽകാം. ആ ഉത്തരത്തിൽ നിന്നാണ് വിജയികളെ കണ്ടെത്തുന്നത്. നാലാമത്തെ വിജയി പ്രേക്ഷകർക്കറിയാം, ഉടൻ സ്ക്രീനിൽ തെളിയും. പാലക്കാട് വർഷ CP ആണ്. പാലക്കാട് നിന്നുള്ള വർഷ CP ആണ് ഇന്നത്തെ നാലാമത്തെ വിജയി. മൊത്തം 12 വിജയികളാണ് ഇന്നുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 4 വിജയികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏറ്റവും അവസാനം CP വർഷ നാലാമത്തെ വിജയി. 2005 ആരംഭിച്ച അമൃത TV പ്രേക്ഷക പിന്തുണയോടെ 20 വർഷം പൂർത്തിയാക്കി മുന്നേറുകയാണ്. അഞ്ചാമത്തെ വിജയി ആരാണെന്ന് ഉടൻ സ്ക്രീനിൽ തെളിഞ്ഞു കഴിഞ്ഞു. രഞ്ജിത്ത്, പാലക്കാട് നിന്നുള്ള രഞ്ജിത്താണ് അഞ്ചാമത്തെ വിജയി. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് കരുത്തും പ്രചോദനവുമായി ഞങ്ങൾ എന്നും ഒപ്പമുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ ഓണക്കാലത്തും കൈ നിറയെ സമ്മാനങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ആറാമത്തെ വിജയിയാണ് ഇനി പ്രഖ്യാപിക്കാൻ പോകുന്നത്. സ്ക്രീനിൽ ഇപ്പോൾ ആറാമത്തെ വിജയിയെ പ്രഖ്യാപിക്കും. അനുപമ, കോഴിക്കോട് നിന്നുള്ള അനുപമയാണ് ഇന്നത്തെ 12 വിജയികളിൽ ആറാമത്തെ വിജയി. കോഴിക്കോട് നിന്നുള്ള അനുപമയാണ്. വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഓണത്തിന് പ്രേക്ഷകർക്കായി ലക്ഷങ്ങളുടെ വമ്പൻ സമ്മാനങ്ങൾ അമൃത TV ഒരുക്കുന്നത്. ഇന്നത്തെ 7ാമത്തെ വിജയി സ്ക്രീനിൽ ഉടൻ പ്രത്യക്ഷപ്പെടും. ഇടുക്കിയിൽ നിന്നുള്ള ആര്യയാണ് 7ാമത്തെ വിജയി. അതായത് അമൃത TVയിലെ ആനീസ് കിച്ചൺ, അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ, കോമഡി സ്റ്റാർ, സന്ധ്യാദീപം, അമൃതശ്രീ, തോന്നിയാക്ഷരങ്ങൾ, അങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ, ഒപ്പം തന്നെ വാർത്തകളുടെ സമഗ്രതയുമായി പ്രേക്ഷകരിലേക്ക് എത്തുന്ന വാർത്താ ബുള്ളറ്റിനുകൾ. ഇതിനിടയിലെല്ലാം തന്നെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ ചോദ്യങ്ങൾ എത്തുക. ഇനി 8ാമത്തെ വിജയി ആരാണെന്ന് ഐബിൻ ജോസഫ് കുര്യൻ, കോട്ടയത്ത് നിന്നുള്ള ഐബിൻ ജോസഫ് കുര്യനാണ് ഇന്നത്തെ 8ാമത്തെ വിജയി. ഇനിയും 4 മത്സരാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. പ്രേക്ഷകർ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. 9ാമത്തെ വിജയി ഇതാ സ്ക്രീനിലേക്ക് എത്തിക്കഴിഞ്ഞു. സുമേഷ്, പാലക്കാട് നിന്നുള്ള സുമേഷ് ആണ് ഇന്നത്തെ 9ാമത്തെ വിജയി. ഇനിയും 3 വിജയികൾ കൂടിയുണ്ട്. 10ാമത്തെ വിജയി ആരാണെന്ന് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. 10ാമത്തെ വിജയി മലപ്പുറത്ത് നിന്നുള്ള വിഷ്ണു പ്രസാദ് C ആണ് 10ാമത്തെ വിജയി. ഇനിയും 2 മത്സരാർത്ഥി വിജയികൾ കൂടിയുണ്ട്. അതും ഇപ്പോൾ തന്നെ അമൃത TVയുടെ സ്ക്രീനിൽ തെളിയുന്നതായിരിക്കും. തൃശ്ശൂരിൽ നിന്നുള്ള ബീനയാണ് 11ാമത്തെ വിജയി. ഇനിയും പ്രേക്ഷകർക്ക് പങ്കെടുക്കാം. അതായത് ഈ ചതയം ദിനം വരെയാണ് ഈ മത്സരമുള്ളത്. അമൃത TV കാണുക, ഓരോ മണിക്കൂറുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. ഏറ്റവും അവസാനത്തെ വിജയിക്കായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. 12ാമത്തെ വിജയി കാസർഗോഡ് നിന്നുള്ള ഷാജി ജോസഫാണ് 12ാമത്തെ വിജയി. ഇനി നമുക്ക് അറിയാനുള്ളത് മെഗാ വിജയിയാണ്. ഈ 12 വിജയികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മണിക്കൂറുകൾ തോറുമുള്ള വിജയികൾക്ക് സമ്മാനം നൽകുന്നത് സ്വയംവര സിൽക്സും അതുപോലെ തന്നെ വണ്ടർലായുമാണ്. അടുത്തതായി ഇന്നത്തെ മെഗാ വിജയി ആരെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ എന്ന് മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം തന്നെ മെഗാ വിജയി ആരാണെന്ന് പ്രേക്ഷകരിലേക്ക് എത്തും. അടുത്തതായി ഇന്നത്തെ മെഗാ വിജയെ നമുക്കറിയാനുള്ള നിമിഷമാണ്. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മെഗാ വിജയി ആരെന്നുള്ള പ്രഖ്യാപനമാണ് ഇനി അടുത്തത്. ഏറ്റവും കൂടുതൽ ശരി ഉത്തരം അയച്ചവരിൽ നിന്നാണ് നമ്മൾ ഈ മെഗാ വിജയിയെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ആ ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. ഞങ്ങളും ആ ആകാംക്ഷയിലാണ് ആരായിരിക്കും ആ മെഗാ വിജയി എന്നുള്ള. എന്തായാലും മെഗാ വിജയ് ലൈനിലുണ്ട്. കോഴിക്കോട് നിന്നുള്ള മാലതി
ആണ് ഇന്നത്തെ മെഗാ വിജയ് എന്നാണ് മനസ്സിലാക്കുന്നത്. 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനമാണ് കോഴിക്കോട് നിന്നുള്ള മാലതി സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മാലതി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, ഇത് മാലതിയാണോ? അതെ. അഭിനന്ദനങ്ങൾ. അമൃത ടിവിയുടെ മെഗാ സമ്മാനം 1 ലക്ഷം രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഓണക്കാലത്ത് ഒരു വലിയ സമ്മാനമാണ് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അതെ അതെ. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു മെഗാ സമ്മാനം കിട്ടുമെന്ന് പങ്കെടുത്തപ്പം? ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പറയൂ, എന്തുണ്ട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്താ ചെയ്യുന്നത്? വീട്ടില് മരുമകളും പേരക്കുട്ടിയുള്ളത് ഞാനും. അമൃത ടിവി പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഏതൊക്കെയാ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം? ഞങ്ങളുടെ വാർത്തകളൊക്കെ കാണാറുണ്ടോ? ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകളൊക്കെ ഏതാ? കാണാറുണ്ട്. ആനീസ് കിച്ചൻ കാണാറുണ്ട്. അമൃതവർഷം മണിക്ക് കാണും. പിന്നെ സന്ധ്യാദീപം കാണാറാ. സന്ധ്യാദീപം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ പ്രായമായ ഒരാളല്ലേ. സന്ധ്യാദീപം വലിയ ഇഷ്ടമാണ്. ആനീസ് കിച്ചൻ കണ്ട് പാചകമൊക്കെ പരീക്ഷിക്കാറുണ്ടോ? ചെയ്യാറുണ്ട്. മരുമകളും ഞാനും കൂടി ചെയ്യാ. ഈ ഓണക്കാലത്ത് ഏറ്റവും വലിയൊരു സമ്മാനമാണ് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്, 1 ലക്ഷം രൂപ. ഈ 1 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശം? ആദ്യമായി 1 ലക്ഷം രൂപ കിട്ടിയതിന്റെ ഒരു ആങ്സൈറ്റി ഉണ്ടാവും എന്നറിയാം. എന്നാലും എന്ത് ചെയ്യാനാണ് ഉദ്ദേശം? പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഒന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയണ്ടേ, എന്താ ചെയ്യണ്ടേ പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടത് തന്നെ എന്താ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഇത് കിട്ടുന്നുള്ളത്. അപ്പൊ നാളെ തന്നെ ഈ സമ്മാനത്തുക കൈമാറാനായി അമൃത ടിവിയുടെ ടീം വീട്ടിലേക്ക് എത്തും. കോഴിക്കോട് എവിടെയാണ് വീട്? കോഴിക്കോട് മാങ്കാവിന്റെ അടുത്ത് കണ്ണേരിയിലാണ് വീട്. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓണക്കാലാണല്ലോ, അപ്പോൾ ഒരു വലിയ സമ്മാനം, അതായത് അപ്രതീക്ഷിതമായിട്ടാണ് അമൃത ടിവിയുടെ ഒരു മെഗാ സമ്മാനം മാലതിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതെ അതെ. സന്തോഷം കൊണ്ട് എന്താ പറയാൻ പറ്റില്ല, എന്താ ചെയ്തിട്ടുള്ളത്. എന്തായാലും അമൃത ടിവിയുടെ ടീം നാളെ തന്നെ മാലതിയുടെ വീട്ടിലേക്ക് എത്തി ഓണസമ്മാനം കൈമാറും. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ ഓണാശംസകളും ഒക്കെ അറിയിക്കുകയാണ്. സന്തോഷം. തീർച്ചയായും ഓണനാളുകളിൽ മുഴുവനും സമ്മാന പെരുമഴ തുടരും അമൃത ടിവിയിലൂടെ. ഇന്ന് സമ്മാനം കിട്ടാത്തവരാരും നിരാശരാകേണ്ട കാര്യമില്ല. അടുത്ത വിജയി നിങ്ങളാകാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അമൃത ടിവിയിലെ പരിപാടികളും അതുപോലെ തന്നെ വാർത്തകളും ഒക്കെ മുടങ്ങാതെ കാണുക, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. പ്രതീക്ഷയോടെ പൊന്നോണക്കാലത്ത് സമ്മാന നേട്ടത്തിന്റെ സന്തോഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അമൃത ടിവി നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. എല്ലാ വിജയികൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു.